നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ജർമ്മനി വീണ്ടും 7-1 വേൾഡ് കപ്പിൽ വിജയിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് അവർ 7-1 വിജയിച്ചത് സെമി ഫൈനലിലാണ്. 2014 സെമി ഫൈനലിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി. ബ്രസീലിൻ്റെ മണ്ണിലിട്ട് 7-1 അവരെ വലിച്ച് കീറി ഭിത്തിയിലൊട്ടിച്ചു. ഇപ്പോൾ എവിടെ 7-1 എന്നൊരു സ്കോർ ലൈൻ കണ്ടാലും അതായിരിക്കും എല്ലാവർക്കും ഓർമ്മ വരിക. ഇപ്പോൾ കുർസാവോ എന്ന കുഞ്ഞൻ രാജ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജിൽ 7-1 തോൽപ്പിച്ചിട്ട് ജർമ്മൻ താരങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, അന്ന് ബ്രസീലിനെ തോൽപ്പിച്ചല്ലോ 7-1, ഇപ്പോൾ ഇവിടെ കുർസാവോക്കെതിരെ 7-1 എന്തു പറയുന്നു? തീർച്ചയായിട്ടും ജർമ്മൻ താരങ്ങൾ പറയുന്നത് അന്നത്തെ സെമി ഫൈനലിലെ വിജയം തന്നെയാണ് വലുതെന്നാണ്. മാനുവൽ ന്യൂയർ അന്ന് 2014 സ്ക്വാഡിൽ ഉണ്ടായിരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നോക്കാം. അദ്ദേഹം പറയുന്നു, സ്റ്റാർട്ടിങ് എ വേൾഡ് കപ്പ് ലൈക്ക് ദിസ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ. തീർച്ചയായിട്ടും അങ്ങനെ വിജയിക്കുക എന്നുള്ളത്, ഈ 7-1 വിജയം ഒരു വേൾഡ് കപ്പിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ വിജയിക്കുക എന്നുള്ളത് സംതിങ് സ്പെഷ്യലാണ്. അത് നമുക്ക് വളരെ വലിയ കോൺഫിഡൻസ് നൽകും. അതുപോലെ തന്നെ ടീമിന് വലിയൊരു ശാന്തതയൊക്കെ നൽകും. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് കാമാവാൻ നല്ലതാണ്. പക്ഷെ ഞങ്ങൾക്കറിയാം ഇത് ഏത് തരത്തിലാണ് ഇതിനെ കാണേണ്ടത് എന്ന്. അന്ന് ബ്രസീലിനെതിരെ 7-1 വിജയിച്ച സെമി ഫൈനൽ പോലെയല്ല. അത് ടൂർണമെൻ്റ് അവസാനത്തിൽ പ്രധാനപ്പെട്ട കളിയായിരുന്നു. ഏതായാലും ഇറ്റ് വാസ് ജസ്റ്റ് ദി ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ് ഗെയിം അഗെയിൻസ്റ്റ് കുർസാവോ. അതിനെ ഞാൻ അർത്ഥത്തിലേ കാണുന്നുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു ലാർജ് മാർജിനിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മാനുവൽ ന്യൂയറുടെ പ്രതികരണം. കായ് ഹവേർട്സ്, ഈ കളിയിൽ ഗോളടിച്ചയാൾ, അദ്ദേഹം പ്രതികരിക്കുന്നു ബ്രസീലിനെതിരെ അന്ന് 7-1 വിജയിച്ചതിനെ കുറിച്ച്. അന്ന് അദ്ദേഹം സ്ക്വാഡിലില്ല, ചെറിയ പയ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ആ മത്സരം കണ്ടിട്ട് 7-1 ബ്രസീലിനെ തോൽപ്പിച്ചത് അന്ന് എനിക്ക് 14-15 വയസ്സാണ്. ഞാൻ വിചാരിക്കുന്ന 2014 റിസൾട്ട് ജർമ്മൻ ഫുട്ബോൾ ടീമിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിജയമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് ഈ രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തു. അത് സംതിങ് സ്പെഷ്യൽ തന്നെയാണ്. പക്ഷേ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ഇത് നമുക്ക് വലിയ രൂപത്തിലുള്ള കോൺഫിഡൻസ് നൽകും. ഞാൻ വിചാരിക്കുന്നത് അന്ന് മാനു ന്യൂയർ മാത്രമാണ് 2014 ടീമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇപ്പോൾ ഈ 7-1 അന്നത്തെ 7-1 ആ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ ഇനി കുറച്ച് സമയത്തിന് ശേഷം ചോദിക്കും എന്നുകൂടി കായ് ഹവേർട്സ് പറയുന്നുണ്ട്. ഏതായാലും 7-1 വിജയം അതൊരു വലിയ വിജയം തന്നെയാണ്. ഇതിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമാണ്. പക്ഷെ അന്നത്തേത് സെമി ഫൈനലിൽ ലോക ചാമ്പ്യന്മാരാകാൻ വേണ്ടിയിട്ടുള്ള പോക്കിൽ ബ്രസീലിൻ്റെ മണ്ണിലിട്ട് തീർത്തതാണ്. അതിന് തന്നെയാണ്, ആ 7-അപ്പിന് തന്നെയാണ് വീര്യം കൂടുതൽ എന്നാണ് ഇപ്പോൾ ജർമ്മൻ താരങ്ങൾ വിലയിരുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.